എനിക്ക് മനസ്സിലായത് നമ്മുടെ എൻ്റയർ കേരള എക്കോസിസ്റ്റത്തിൽ എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള ഒരു സെക്ടർ ഒരു നെക്സ്റ്റ് ലെവൽക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ടൈപ്പിലുള്ള ഡെവലപ്മെൻറ്റ്സും ഇപ്പോൾ ഈ പെരുന്തൽമണ്ണയിൽ നടക്കുന്ന ഈ ഇവൻറ്റിൽ വളരെയധികം റിഫ്ലക്റ്റഡ് ആണ്. പിന്നെ അതുകൂടാതെ തന്നെ ടെക്നോളജി അത്രയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആണ് ഈ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. എല്ലാ സെഷൻസും ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തതും കണ്ടതും നമ്മൾ സംസാരിച്ചതാണെങ്കിലും വളരെയധികം ഈ ടൈമിൽ എൻ്റർപ്രണർഷിപ്പിന് ഉള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ജെന്യുവിൻ ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെരി മച്ച് നീഡഡ് ഫോർ അവർ എൻ്റയർ എക്കോസിസ്റ്റം ടു ഫ്ലറിഷ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ. ഇറങ്ങിയിട്ട് 7 വർഷത്തോളമായി നമ്മളൊരു ഐഡിയ ആയിട്ട് ഈ ഒരു സെക്ടറിലേക്ക് ഇറങ്ങിയിട്ട്. പക്ഷേ അന്ന് ഈ പറഞ്ഞ മാതിരി യാതൊരു എക്കോസിസ്റ്റവും ഇത്രത്തോളം ഇല്ല. ഒരുപാട് സ്ട്രഗ്ലിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രഗ്ലിങ്ങിനോടൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റി അന്ന് കുറവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്ട്രഗ്ലിങ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ബിക്കം എ വെരി കോമൺ തിങ്. ആൻഡ് ഐ ഫീൽ ഇതാണ് ആ ഒരു ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഗ്രേറ്റ്നെസ് ഹാപ്പനിങ്ങിൽ. നമുക്ക് ആ ഒരു ബസ്സിൽ കയറാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് മൊമെൻ്റ് ആണ്. ഇത് മിസ്സായി കഴിഞ്ഞാൽ ഇനി അത്രയും ഫ്ലറിഷ് ആയ ഒരു സിസ്റ്റത്തിൽ ഈ ക്രിയേറ്റിംഗ് എ ഇമ്പാക്റ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ആ ഒരു ടൈമിലെ സിറ്റുവേഷൻസ് യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഐ ഫീൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ആൻഡ് അതിനെ എല്ലാതും കാണുന്നുണ്ട്. ദ എക്കോസിസ്റ്റം എൻറ്റയർലി ഡെവലപ്പ് ടു ദാറ്റ് ലെവൽ ഇൻ എ വേ ദാറ്റ് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയ ഈ പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റി കഴിഞ്ഞാൽ ഗ്രേറ്റ് തിങ്സ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ.